ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശർമാജീസ് മീഡിയയുടെ ആത്മീയാമൃതം പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം. ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിനോട് ഒരു സംശയം ചോദിച്ചു. ഗുരു, നമ്മൾ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ധാരാളം നിവേദ്യങ്ങൾ ദേവന് സമർപ്പിക്കാറുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഈ നിവേദ്യങ്ങളൊന്നും തന്നെ ദേവന്മാരാരും ഭക്ഷിച്ചതായി കണ്ടിട്ടില്ല. പൂജ അവസാനിക്കുമ്പോൾ ആ നിവേദ്യങ്ങളൊക്കെ അതേപടി തന്നെ നിലനിൽക്കുകയാണ് പതിവ്. ഇതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഗുരു ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ശിഷ്യനെ അരികിൽ വിളിച്ചു. ഒരു ഓലയെടുത്ത് ഒരു ശ്ലോകം എഴുതി കൊടുത്തു. ഈ ശ്ലോകം ഇന്ന് വൈകിട്ട് എന്നെ കാണാതെ ചൊല്ലിക്കേൽപ്പിക്കണം എന്ന് പറഞ്ഞു. ശിഷ്യൻ സമ്മതിച്ചു. വൈകുന്നേരമായപ്പോൾ ഗുരു ശിഷ്യനെ അരികിൽ വിളിച്ചു. ശ്ലോകം പഠിച്ചോ? ഓ ഗുരു. എങ്കിൽ ആദ്യം ആ ശ്ലോകം ഓലയിൽ നോക്കി വായിക്കുക. ശിഷ്യൻ അപ്രകാരം ചെയ്തു. ഓലയിൽ നോക്കി ഒരു തെറ്റുമില്ലാതെ ആ ശ്ലോകം ഗുരുവിനെ വായിച്ചു കേൾപ്പിച്ചു. ഗുരുവിന് സന്തോഷമായി. പിന്നീട് ഗുരു പറഞ്ഞു, ഇനിയൊരു കാര്യം ചെയ്യൂ. ആ ഓല മാറ്റി പിടിക്കുക, എന്നിട്ട് കണ്ണുകൾ അടച്ചു പിടിക്കുക, എന്നിട്ട് ആ ശ്ലോകം വീണ്ടും എന്നെ ചൊല്ലിക്കേൽപ്പിക്കുക. ശിഷ്യൻ കണ്ണുകൾ ഇറുക്കി അടച്ചു, ഓല മാറ്റിപ്പിടിച്ചു. യാതൊരു തെറ്റുമില്ലാതെ ആ ശ്ലോകം അതേപടി ഗുരുവിനെ ചൊല്ലിക്കേൽപ്പിക്കുകയും ചെയ്തു. ഗുരു സന്തോഷത്തോടെ പറഞ്ഞു, ആ ഓലയിലേക്ക് ഒന്ന് നോക്കുക. ആ ഓലയിലെ അക്ഷരങ്ങൾക്കോ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, കുറവുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ശിഷ്യൻ വേഗം ഓലയെടുത്ത് നോക്കി. ഇല്ല ഗുരു, അക്ഷരങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്, ഒന്നിനും ഒരു കുറവുമില്ല. അങ്ങനെ തന്നെ അവിടെ ഉണ്ടല്ലോ? ഉണ്ട്. അങ്ങനെ അതവിടെയുള്ളപ്പോൾ എങ്ങനെയാണ് ഈ ശ്ലോകം കാണാതെ എന്നെ ചൊല്ലിക്കേൽപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞത്? പറയാമോ? ശിഷ്യൻ ഒന്ന് പരിങ്ങി. അതിന് ഉത്തരം പറഞ്ഞില്ല. ഗുരു തുടർന്നു. ഒരു വസ്തുവിന് എപ്പോഴും രണ്ട് രൂപങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ സ്ഥൂലരൂപം, മറ്റൊന്ന് അതിൻ്റെ സൂക്ഷ്മരൂപം. ഇപ്പോൾ നിൻ്റെ കയ്യിലിരിക്കുന്ന ഓലയും എഴുത്തും സ്ഥൂലരൂപത്തിലുള്ളതാണ്. നീ എന്നെ ഈ ശ്ലോകം ചൊല്ലിക്കേൽപ്പിച്ചപ്പോൾ അതിൻ്റെ സൂക്ഷ്മരൂപത്തിലാണ് നിൻ്റെ മനസ്സിൽ അത് പതിഞ്ഞിരിക്കുന്നത്. ഈശ്വരൻ സ്ഥൂലരൂപിയല്ല, സൂക്ഷ്മരൂപിയാണ്. അതുകൊണ്ട് സ്ഥൂലരൂപത്തിലുള്ള ഭക്ഷണം നമ്മൾ സമർപ്പിക്കുമ്പോൾ ഈശ്വരൻ അത് സൂക്ഷ്മരൂപമായി സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായോ? ശിഷ്യന് സന്തോഷമായി. സന്തോഷത്തോടുകൂടി ശിഷ്യൻ പോകുകയും ചെയ്തു. ഇനിയൊരു കഥ വരാം. അതുവരെ നമസ്കാരം.